ത്യാഗം എന്ന അനിവാര്യത. ഭാഗം 4. ത്യാഗമാർഗത്തിലൂടെ ശേഷിയാർജിച്ച് ജ്ഞാനാർജിതമായ ജീവന് അധീനപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നത് നിമിത്തം കർമ്മപഥം തെറ്റി സൂക്ഷ്മമായി നിലകൊള്ളുന്ന ജീവശേഷികൾ പോലും സാവധാനം ശുദ്ധമായി വരികയും ചെയ്യുന്നു. ജ്ഞാനാർജിതനായ ഉന്നത ജീവന്റെ നിയന്ത്രണത്തിന് വിധേയമായുള്ള ബോധപൂർവവും കണിശവുമായ പ്രവൃത്തികളിലൂടെ പിന്നീടൊരിക്കലും തെറ്റാത്ത വിധത്തിൽ ജീവന്റെ സൂക്ഷ്മലോകം സംശുദ്ധമാവുന്നതും ആയിരിക്കും. കർമ്മബന്ധങ്ങളുടെ വഴിയിലൂടെ നോക്കിയാൽ ജീവന് പുനർജനിക്കേണ്ടുന്നത് ജീവനുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്നവരിലൂടെ ആകാനല്ലാതെ സാധ്യമാവുന്നില്ല എന്നാണ് കാണാനാവുക. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ത്യാഗം എന്നത് കുടുംബത്തിൻ്റെയും അറിവില്ലായ്ക നിമിത്തം ദുഷ്കർമ്മങ്ങൾ ചെയ്ത് പിഴച്ച പിതൃക്കളുടെ പോലും നന്മയും അനുഭവയോഗ്യതയും ആയി വരുന്നു. ഇത്തരത്തിൽ സാധാരണക്കാരായി ജനിക്കുന്നവരുടെ ത്യാഗത്തിലൂടെ കാണാൻ കഴിയുക സ്വന്തം കുടുംബത്തെയും പാരമ്പര്യത്തെയും പിതൃക്കളെയും ഗോത്രത്തെയും സംരക്ഷിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുകയെന്ന പ്രക്രിയയാണ്. പിതൃക്കൾ എന്നത് എന്നോ കടന്നുപോയവർ മാത്രമാകുന്നില്ല. ആ സൂക്ഷ്മജീവനുകൾ ജീവിച്ചിരിക്കുന്നവരുടെ കുഞ്ഞുങ്ങളായി ജനിച്ച് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെ തന്നെയും ഭാഗ്യ ദൗർഭാഗ്യങ്ങളും അനുഭവഗതിയുടെ കാരണങ്ങളും ആയിത്തീരുന്നുവെന്ന് തിരിച്ചറിയുന്നതിലൂടെ ഓരോ ജീവനും ലക്ഷ്യബോധത്തോടെയും കാര്യകാരണ വിചാരത്തോടെയും ക്രമീകൃതമായ ജീവിതം എന്ന നിയന്ത്രിതമായ ത്യാഗം അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരായി തീരുന്നു. ത്രികാലജ്ഞനും നിയന്ത്രണശക്തിയുമായ ജീവൻ വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ ചേരുന്നതിലൂടെ സംജാതമാവുന്ന സമൂഹത്തിന്റെ ത്യാഗം എന്ന സംശുദ്ധമായ ഊർജത്തെ ക്രമീകൃതമാക്കുന്നു എന്ന് വരുമ്പോൾ സാമൂഹികമായ സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും സാധ്യമാവുക തന്നെ ചെയ്യുന്നു. സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും സംഗമിക്കുന്നതിലൂടെ സംഭവിക്കുന്ന സാമൂഹിക പരിവർത്തനത്തിലൂടെ നന്മയും ശക്തിയുമുള്ള രാജ്യങ്ങളും നേട്ടങ്ങളും സംജാതമാവുകയും സാമൂഹിക ജീവിതം ഐശ്വര്യസമൃദ്ധമായി ദീർഘകാലത്തേക്ക് തുടരുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നു. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞോ അല്ലാതെയോ വഴിതെറ്റാതെ പ്രവർത്തിക്കുന്ന ത്യാഗി നിത്യസ്മരണാർഹനും നിയന്ത്രണശേഷിയും ആയിത്തീരുന്നു. ജീവൻ വസിക്കുന്ന സൂക്ഷ്മലോകത്തിലും ഈ ത്യാഗി നിയന്താവായി വിരാജിക്കുന്നതിന് അവകാശിയായി തീരുന്നു. എന്നാൽ തെറ്റിദ്ധരിക്കുവാൻ ഏറെ സാധ്യതയുള്ളതാണ് ത്യാഗം എന്ന വാക്കിൻ്റെ അർത്ഥം. ബുദ്ധനും യേശുവും നാരായണഗുരുവും മഹാത്മാഗാന്ധിയുമെല്ലാം ഏറെ ത്യാഗപ്പെട്ടവർ ആണെന്നും അവരുടെ വഴികൾ കഠിനം ആയിരുന്നുവെന്നും പറയുന്നു. സ്നേഹസമ്പന്നനായ ഏറ്റവും വലിയ ത്യാഗി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യേശുവിൻ്റെ പീഡകളേറ്റുള്ള മരണം ലോകചരിത്രത്തിൽ 20 നൂറ്റാണ്ടുകളിലൂടെ ഓർമ്മിക്കുന്ന ഒന്നാണ്. നിഷ്ഠുര പീഡനങ്ങൾക്ക് വിധേയമാക്കിയുള്ള യേശുവിൻ്റെ വധശിക്ഷ വലിയ തിന്മയാണെന്ന് സമ്മതിക്കുവാൻ മിക്കവർക്കും സാധിക്കുമായിരിക്കും. യേശുവിന് സംഭവിച്ച ദുരന്തങ്ങളും അത്യധിക പീഡനങ്ങൾ ഏറ്റുള്ള മരണവും പോലെ തന്നെ ലോകത്ത് അനേകം പേർക്ക് കാലാകാലങ്ങളായി സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം മാത്രമാണ്. പക്ഷേ അതീവ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരണം വരിക്കുന്ന മനുഷ്യരുടെയെല്ലാം ത്യാഗത്തിന് തുല്യത സംഭവിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. ത്യാഗം എന്നത് ശരീരത്തിനേൽക്കുന്ന പീഡനവും ജീവനും മനസ്സും അനുഭവിക്കുന്ന വേദനയുമൊക്കെ ആകുന്നുവെങ്കിലും ചുറ്റുമുള്ള അനേക കോടി ജീവാത്മാക്കളുടെ വേദന സ്വന്തം വേദനയും കഷ്ടപ്പാടുകളുമാക്കി അനുഭവപ്പെടുത്തിയെടുക്കുന്ന സ്നേഹത്തിൻ്റെ നീറ്റൽ എന്ന ത്യാഗവും ദുഷ്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ശിക്ഷ എന്ന നിലയിൽ അനുഭവിക്കുന്ന പീഡനങ്ങളും ഒരേപോലെ കാണാനാവുകയില്ല. മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ഉൾക്കാഴ്ചയും ചിന്താപദ്ധതിയുമുള്ള ഒരു മനസ്സ് സമൂഹത്തിനും ലോകത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി അനുഭവിക്കുന്ന മനോവേദന കഷ്ടപ്പാടിലൂടെ ജീവിച്ച് മരിക്കുന്ന ഒരു സാധാരണ ജീവന്റേതിനേക്കാൾ എത്രയോ അധികമാണെന്ന് വിചാരിക്കുവാൻ തന്നെ സാധ്യമാവുകയില്ല.
സുഖ ദുഃഖങ്ങളെയും പ്രവർത്തനത്തിന് തുല്യമായ ഫലം എന്ന തത്വത്തെയും തിരിച്ചറിയാനാവാത്ത ജീവന് ത്യാഗം എന്നതിൻ്റെ അർത്ഥവ്യാപ്തി ബോധ്യപ്പെടുന്നതിനും കഴിയുന്നില്ല. കാരണതലങ്ങളും അർത്ഥവ്യാപ്തിയും കണ്ടെത്തുന്നതിന് ആവും വിധമുള്ള ബോധം ഒരു ജീവനിൽ വന്നുപെടുന്നത് തന്നെ ആ ജീവൻ മുമ്പേ ശീലിച്ചിട്ടുള്ള പരിചയത്തിൽ നിന്നും അറിയാനുള്ള ശ്രമത്തിൻ്റെ അനുപാതത്തിനൊത്തും ആകുന്നു. ആരംഭം കൊണ്ട് തന്നെ അത്യല്പശേഷിയായി തുടങ്ങി അനുഭവങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പ്രകൃതിയുടെ വൈഭവം കൊണ്ട് വളർന്ന് വികസിച്ചു വരുന്ന ജീവൻ മനുഷ്യാവസ്ഥയിലെത്തിയതിനു ശേഷവും ജന്മാന്തരങ്ങളിലൂടെ വിവിധങ്ങളായ അനുഭവ പരമ്പരകളിലൂടെ കടന്നുപോകുന്നു. ജീവൻ ജന്മാന്തരങ്ങൾ താണ്ടി കടന്നുപോകുന്ന പന്ഥാവിൽ മുമ്പേ പ്രവർത്തിച്ചതിൻ്റെ ഫലവും അനുഭവ ഗുണവും എന്നതായിട്ട് സംഭവിക്കുന്ന ഒരു പ്രത്യേക കാലത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സുഖ സമൃദ്ധികളെല്ലാം കടന്നുപോയതിനു ശേഷം മാത്രമായിരിക്കും മനുഷ്യാവസ്ഥയിലുള്ള ഒരു ജീവൻ യഥാർത്ഥ ത്യാഗി എന്ന അവസ്ഥയിലെത്താൻ പ്രാപ്തമായി തീരുന്നത്. പരിണാമ ഘട്ടങ്ങൾ കടന്ന് സുഖത്തിൻ്റെതായ ഒരു കാലഘട്ടം അനുഭവിച്ച് പരിചയപ്പെടാത്ത ഒരു ജീവന് ത്യാഗത്തിൻ്റെ കഷ്ടദുരിതങ്ങൾ അനുഭവിക്കുന്നതിനും അതിൻ്റെ അർത്ഥം കണ്ടെടുക്കുന്ന ജ്ഞാനപ്രാപ്തിക്കും ദീർഘദർശനത്തിനും അവകാശിയായിരിക്കാൻ സാധ്യമല്ലാതെ വരുന്നു. ഈ വിധത്തിൽ ജ്ഞാനം നിറഞ്ഞ മനസ്സിനുടമയായ ജീവനല്ലാതെ പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളുടെ ഏതെങ്കിലും ഭാഗത്തിൻ്റെ നിയന്താവായി തീരാൻ സാധ്യമല്ലാതിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ കഷ്ടപ്പാടുകളും പീഡകളും അനുഭവിക്കുന്നവരെയും യഥാർത്ഥ ത്യാഗികളായ ജ്ഞാനികളെയും അവരുടെ വ്യത്യസ്തതകൾ ഉൾക്കൊണ്ട് തിരിച്ചറിയേണ്ടതുമാണ്. യോഗ്യതകളെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ തിരിച്ചറിയാത്ത പക്ഷം കേവലം ഉദരപൂരണത്തിനായി ഇറങ്ങിത്തിരിച്ച ഭിക്ഷക്കാരനും ഭൗതിക സമ്പത്തുകൾ ഒന്നുമില്ലാത്ത ത്യാഗിയായ ജ്ഞാനിക്കും ഒരേ പരിഗണന നൽകുന്ന വിചാരപരമായ ദുരവസ്ഥ ഉണ്ടായിത്തീരുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിലും സംഭവിക്കാവുന്ന ലക്ഷ്യം തെറ്റുന്ന കാഴ്ചപ്പാടുകൾ വ്യക്തിജീവിതത്തെയും സമൂഹത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതായി വരികയും ചെയ്യും. അല്പമൊക്കെ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും വ്യക്തിപരമായി തന്നെ കാണാനാവുന്നുവെങ്കിലും പരിപൂർണതയിൽ എത്താത്തതും എങ്കിലും അനേകമായ മനസ്സുകളിലൂടെ സഞ്ചരിച്ച് ജീവനുകളിൽ ഭരിതമായിരിക്കുന്ന അന്ധതയെ മാറ്റാൻ പാടുപെടുന്ന ധന്യാത്മാക്കൾ ഓരോരുത്തരെയും ത്യാഗികളായി തന്നെ പരിഗണിക്കേണ്ടി വരുന്നു. ജ്ഞാനതരമെങ്കിലും പൂർണ്ണതയോളം എത്താത്തത് കാരണമായി പരസ്പരം അകന്നു നിൽക്കുന്നതുപോലെ അനുഭവത്തിൽ വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ നല്ല മാർഗങ്ങളെ സംയോജിപ്പിക്കാനാവും വിധം അവയത്രയും എത്തി നിൽക്കുന്ന അറിവിൽ നിന്ന് തുടങ്ങുന്നതും ആരംഭാവസാനങ്ങൾ വ്യക്തമാക്കുന്നതുമായ ഒരു ആശയം സാധ്യമായാൽ അത് സംശുദ്ധവും പകരമായി മറ്റൊന്ന് ഉണ്ടാവാത്തതുമായിരിക്കും. ആദ്യന്തങ്ങൾ കണ്ടറിഞ്ഞ് സകലതും കാരണതരമായി വിവരിക്കുന്നതിന് ശേഷിയുള്ള ആശയം പൂർണ്ണവും ആ ആശയത്തിനൊത്ത മനുഷ്യജീവിതം ധന്യവുമായിരിക്കും. അത് ജീവന്റെ ത്യാഗത്തിന് ആനുപാതികമായി മാത്രം സംഭവിക്കുകയും ചെയ്യുന്നു.